കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീദേവിയും ആനന്ദിനും കൂടെ ബൈക്കിൽ ക്ഷേത്രത്തിലേക്ക് വിടാനായിട്ട് ഒരുങ്ങുവാണ് ആരിന്. പിന്നീട് ശ്രീദേവിയോട് ആനന്ദ് പറഞ്ഞു, അല്ല എന്റെ കൂടെ ബൈക്ക് വരുന്നതിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. ഇത് കേട്ടോ ശ്രീദേവി ശ്രീകലനെ ഒന്ന് നോക്കണം. പെട്ടെന്ന് ശ്രീകല പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ട്, മോള് പോയിട്ട് വാ, ഒന്നും അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മോളുടെ കഴുത്തിൽ താലി കെട്ടേണ്ട ആളല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം ശ്രീദേവിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമൊക്കെ തോന്നി. പിന്നീട് ആരും ആനന്ദും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ആ സമയം ശ്രീദേവിയുടെ കയ്യെ പിടിച്ചോണ്ട് ശ്രീകല അകത്തേക്ക് കൊണ്ടുപോവാ. ഇങ്ങോട്ട് വന്നേ, കുറച്ച് കാര്യങ്ങളൊക്കെ പറയട്ടെ എന്ന് പറയണ. എന്താ അമ്മേ, എന്താ കാര്യം എന്താന്ന് ചോദിക്കാം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാന്ന് പറയാം. എന്താ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ആനന്ദേന്റെ കൂടെ ബൈക്കിൽ പോന്നെ? അതൊക്കെ ഇഷ്ടപ്പെട്ടു. എടി ഇവിടെയാണ് നീ നിന്റെ ബുദ്ധി പ്രയോഗിക്കേണ്ടത്, അറിയാലോ. ഈ പോകുന്ന പോക്കില് നീ അവനോട് കൂടുതൽ അടുത്തഴവഴിക്കണമെന്ന് പറയണം. അമ്മ അതെങ്ങനെയാ എനിക്കറിയില്ല എന്ന് പറയണം. ഇതൊക്കെ നിന്നെ ഇനി ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണോ ദേവി? നിനക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. ഒരു കാരണവശാലും ഇനി നിന്നെ അവന് കൈവിട്ട് കളയില്ല. ഈ യാത്രയില് നിങ്ങൾ കുറെ സംസാരിക്കണം. നിന്റെ മനസ്സുള്ള കാര്യങ്ങളെല്ലാം നീ അവനോട് പറയണം. ഇനിയിപ്പം നാളെ ആരൊക്കെ സമ്മതിച്ച് എതിർത്തെന്ന് പറഞ്ഞാലും ഈ കല്യാണം മുടങ്ങരുത്. അവൻ നിന്നെ മാത്രം മതി, അവൻ ഒറ്റക്കാലം നിൽക്കണം. അത് നിന്റെ മിടുക്കും കഴിവും പോലെ ഇരിക്കും എന്ന് പറയാ. ശരി സമ്മതിച്ചെന്ന് പറയാം. അത് മാത്രമല്ല കല്യാണത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവൻ ചോദിക്കും. അപ്പൊ നീ എന്ത് പറയും? ഞാൻ എന്ത് പറയണം? അതുപോലെ നിനക്ക് അറിയില്ലെന്ന് ചോദിക്കുക. ദേ അമ്മേ, എനിക്ക് ഇമാതിരി കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതിന് ഞാൻ മുമ്പ് കല്യാണം കഴിച്ച എനിക്ക് പരിചയമില്ലെന്ന് പറയാം. എടി അറിയാലോ, നമ്മളൊരു ചതിയിലൂടെയാണ് അങ്ങോട്ടേക്ക് കയറി ചെല്ലാനായിട്ട് പോകുന്നത്. അപ്പൊ അതനുസരിച്ച് വേണം നീ പെരുമാറാനായിട്ട്. നീ പറയണം, ഈ കല്യാണം എന്ന് പറഞ്ഞാലേ 3 ദിവസത്തെ കല്യാണം, അറിയാലോ. മെഹന്തി കല്യാണം പിന്നെ റിസപ്ഷൻ, അങ്ങനെ 3 ദിവസത്തെ പരിപാടിയൊക്കെയാ. എന്റെ ആ മനസ്സിലെ ആഗ്രഹം അങ്ങനെയാന്നൊക്കെ പറയണം. അമ്മേ അതിപ്പോ ഇങ്ങനെ ആനന്ദേട്ടനോട് പറയണേ. എടി നീ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. അതിനുള്ള ബുദ്ധിയൊക്കെ ഞാൻ പ്രയോഗിച്ചു തരാന്ന് പറയണം. പിന്നീട് കുറെ കാര്യങ്ങൾ അങ്ങോട്ട് ഉപദേശിച്ചു കൊടുക്കണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു, മീനാക്ഷി അല്ല ശ്രീദേവി പറഞ്ഞു, അന്നെങ്കിൽ ശരിയമ്മേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയാണ്. പിന്നീട് പുറത്തേക്ക് വരുവാണ് ശ്രീദേവി. ഈ സമയത്ത് ആനന്ദ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ശ്രീദേവിയോട് കയറിക്കൊള്ളാൻ പറയാം. ശ്രീദേവി കയറാനിരുന്നപ്പോ തന്നെ ശ്രീദേവി വീഴാൻ തുടങ്ങണം. കാരണം ഇതിനു മുമ്പ് കയറി പരിചയമില്ല, ആദ്യമായിട്ടാണ് ബൈക്കിന് പുറകെ കയറുന്നത്. അങ്ങനെ ആരും ശരി ആനന്ദേട്ടാ പോയിട്ട് വരാനൊക്കെ പറഞ്ഞ് ടാറ്റ കൊടുക്കുവാണ്. അങ്ങനെ ആനന്ദ് ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് പോവാണ്. ആ സമയം ശ്രീദേവി ആനന്ദിനെ കയറി മുറുക്കം പിടിച്ചു. ശ്രീദേവിക്ക് നല്ല ഭയമുണ്ടായിരുന്നു ബൈക്കിന്റെ പിന്നിൽ ഇരിക്കണ സമയത്ത്. ആനന്ദിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് തോന്നിയത്. ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി തന്റെ ബൈക്കിന് പിന്നിൽ കയറുന്നേ, അതും ഇങ്ങനെയൊക്കെ തന്നെ ചേർത്ത് പിടിച്ച് തന്റെ ഭാര്യയാകും പോകുന്നവള്. ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടാവും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല ആനന്ദ്. പിന്നീട് അവർ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. ആ സമയത്ത് മിത്രയും ഗോമതിയും കൂടെ ഓട്ടോയ്ക്ക് പോവാണ്. പെട്ടെന്ന് മിത്ര അല്ലപ്പച്ചി നമ്മളിത് എങ്ങോട്ടാ പോണേന്ന് ചോദിക്കാം. അപ്പച്ചി എന്തെങ്കിലും ഒന്ന് പറ. കല്യാണം വിളിക്കാനാണ്, കല്യാണക്കുറി പോലും എടുത്തിട്ടില്ലോ. കാര്യം എന്താന്ന് വെച്ചാൽ പറ. അത് പിന്നെ നമ്മൾ പോകുന്നേ മീനാക്ഷിയുടെ വീട്ടിലേക്കെന്ന് പറയണം. മീനാക്ഷിയുടെ വീട്ടിലേക്കോ? അങ്ങോട്ടേക്ക് എന്തിനാ പോന്നേ? അവിടെ പോയി കല്യാണം വിളിക്കാൻ ചെന്നപ്പോ അനുഭവം ഉണ്ടായതൊക്കെ അപ്പച്ചിക്ക് അറിയാവുന്നല്ലേ? അതെ, പക്ഷെ മീനാക്ഷിക്ക് ഒരു വിഷമം ഉണ്ടായി എനിക്ക് സഹിക്കാൻ പറ്റുമോ? അതൊന്നും എനിക്ക് ചോദിക്കണം. ആ ചോദിച്ചിട്ട് തന്നെ കാര്യം. ഇനിയിപ്പോ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അവളുടെ വിഷമം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവൾ എന്റെ മരുമോളല്ല, മോളെ പോലെയാണ് ഞാൻ അവളെ കാണുന്നത്. നിന്നെപ്പോലെ തന്നെ ഞാൻ അവളെയും കാണുന്നത്. അവൾക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഒരിക്കലും ഇല്ല. അപ്പൊ അതൊന്നും പോയി ചോദിക്കണം. ഈ തഹസിൽദാരുടെ വീട് എവിടെയെന്ന് ചോദിച്ചാൽ അറിയാമല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും ഓട്ടക്കാരൻ ചോദിച്ചു, ആരുടെ വീടാ ചേച്ചിക്ക് അറിയണ്ടേന്ന് ചോദിക്കുക. തഹസിൽദാരുടെയാണ്. ആ വീടാണോ? അതെനിക്കറിയാം, ഞാൻ കാണിച്ചു തരാന്ന് പറയണോ. സന്തോഷമായി. ഇനിയിപ്പം കുഴപ്പമില്ല എന്ന് കരുതി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ശ്രീദേവിയും ആനന്ദും കൂടെ ക്ഷേത്രത്തിൽ എത്തുവാണ്. അങ്ങനെ ബൈക്കിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ തന്നെ ശ്രീദേവിയോട് ആനന്ദിച്ചു, ആദ്യമായിട്ടാ ബൈക്കിൽ കയറുന്നല്ലേന്ന് ചോദിക്കും. അതെങ്ങനെ മനസ്സിലായി? അല്ല പേടിച്ചുള്ള ആ ഇരിപ്പും ആ മുറുക്കിയുള്ള പിടുത്തവും കണ്ടപ്പം മനസ്സിലായി. എന്ത് മുറുക്കി എന്നെ പിടിച്ചോണ്ടിരുന്നേന്ന് ചോദിക്കണം. വേദനിച്ചോ ആനന്ദേട്ടനെ? വേദനിച്ചൊന്നുമില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പറയണം. ഞാനും ആദ്യമായിട്ടാ ഒരു പെൺകുട്ടീനെ ബൈക്കിന്റെ പിന്നിലെടുത്ത് കൊണ്ടിരുന്നേന്ന് പറയാം. അപ്പൊ അതിന്റെ സന്തോഷം എനിക്കുണ്ടായിരുന്നു പറയാം. അല്ല ശ്രീദേവിക്ക് ഇതിനു മുമ്പ് ബൈക്കിൽ കയറിയിട്ടില്ലേന്ന് ചോദിക്കും. അല്ല അത് പിന്നെ ഞാൻ ഇല്ലാന്ന് പറയണേ. വെറുതെ കള്ളത്തരം പറയല്ലേ. കോളേജിലൊക്കെ പഠിച്ചല്ലേ. കോളേജിലൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ ആൺകുട്ടികൾ കാണുമല്ലോ. MA ലിറ്ററേച്ചർ ആണെന്നല്ലേ പറഞ്ഞേ. അപ്പൊ കോളേജിൽ പഠിച്ചു കഴിഞ്ഞപ്പോ ആരുടെ ബൈക്കിന്റെ പിന്നിൽ കയറിയിട്ടില്ലേ? സത്യം പറയുന്നു പറയണ. ഇത് കേട്ടതും എന്ത് ചെയ്യണം നടത്തില്ല ശ്രീദേവിക്ക് മനസ്സിലായി താൻ പെട്ടുപോയെന്ന്. കോളേജിൽ പഠിച്ചില്ല എന്നുള്ള ചോദ്യമോ ബൈക്കിന്റെ പിന്നിൽ കയറിയിട്ടില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ
വല്ലാത്തൊരു വിഷമ സന്ധിയിലേക്ക് ശ്രീദേവി പോവാണ്. പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു, ഇല്ലാന്ന് പറയണേ. എന്ത്, കോളേജിൽ പഠിച്ചിട്ടില്ല എന്നാണോ പറയണേ? അപ്പം MA ലിറ്ററേച്ചർ ആന്നൊക്കെ പറഞ്ഞ് വെറുതെയാണോ? അതല്ല പറഞ്ഞേ. പിന്നെയോ, ബൈക്കിന്റെ പിന്നെ കയറിയിട്ടില്ല. അത് വെറുതെ കള്ളത്തരം പറയുന്നല്ലേ ശ്രീദേവി? അല്ല, ഞാന് പെൺകുട്ടികൾ തനിച്ച് പഠിക്കുന്ന കോളേജിലാ പഠിച്ചെന്ന് പറയാണ്. ശ്രീദേവി ബുദ്ധി പ്രയോഗിച്ചു. ഓ അങ്ങനെ, ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായെന്ന് പറയാം. അങ്ങനെ രണ്ടുപേരും കൂടെ തൊഴുത് പ്രാർത്ഥിക്കാനായിട്ട് കയറി പോവാണ്. തൊഴുത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ശ്രീദേവിയുടെ മനസ്സിൽ, എന്റെ ഭഗവാനെ, എന്തൊക്കെ കള്ളത്തരങ്ങളാ ഞാൻ ആനന്ദേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെയ്യുന്ന തെറ്റാന്ന് എനിക്കറിയാം, വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ, എന്നോട് ക്ഷമിക്കണം ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ആനന്ദാണെങ്കിലോ തനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടിയിരിക്കുന്നത്. കല്യാണമൊക്കെ ഒരു കുഴപ്പം കൂടാതെ നല്ല ഭംഗിയായിട്ട് നടക്കണേന്നാണ് ആനന്ദിന്റെ മനസ്സിലെ പ്രാർത്ഥന. പ്രാർത്ഥന കഴിഞ്ഞപ്പം തിരുമേനി പ്രസാദമൊക്കെ ആയിട്ട് വരുവാണ്. പിന്നീട് ആനന്ദനോട് ചോദിച്ചു, അല്ല, ഗോമതിശ്വാസത്ത് ബാലന്റെ മകനിലേ നിൽക്കും? അതെ. ഇതാരാ? ഭാര്യയാണ് നിൽക്കും. അല്ല, വിവാഹ നിശ്ചയം കഴിഞ്ഞോളൂ, ഉടനെ കല്യാണം ഉണ്ടാവും പറയാം. പേരെന്താ കുട്ടിയുടെ? ശ്രീദേവി എന്ന് പറയും. നല്ല ഐശ്വര്യമുള്ള കുട്ടി, കണ്ടാൽ തന്നെ അറിയാന്ന് പറയാം. പിന്നീട് അവർക്ക് പ്രസാദമൊക്കെ കൊടുക്കുകയാണ്. പുറത്തേക്ക് വന്നപ്പോഴത്തേനും ആനന്ദ് ശ്രീദേവിയോട് പറഞ്ഞു, തിരുമേനി പറഞ്ഞ കേട്ടോ, നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണ്. അത് പിന്നെ വേണ്ട വേണ്ട, തിരുമേനിക്ക് എന്നെ മനസ്സിലായെന്ന് പറയണം. ഒരു കാര്യം ചെയ്താലോ, നമുക്കിവിടെ കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ചിട്ട് പോയാലോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ഇരുന്ന് സംസാരിക്കണം? അതെ, അതിനെന്താ കുഴപ്പം? ശ്രീദേവിക്ക് തിരക്കുണ്ടോന്ന് ചോദിക്കും. എനിക്ക് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയണം. എന്നാ ബാ കൂടി ഇരിക്കാന്ന് പറയണം. അല്ല, ചന്ദനം തൊട്ടില്ലോ എന്ന് പറയണം. ആ കാര്യം ഞാനും കൂടെ മറന്നുപോയി. പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു, ഞാൻ തൊട്ട് തരാന്ന് പറഞ്ഞ് ശ്രീദേവി അവന് ആനന്ദിനെ തൊട്ട് കൊടുക്കുവാണ്. അങ്ങനെ തൊട്ട് കൊടുക്കുമ്പോഴത്തേനും ആനന്ദിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. പിന്നീട് ശ്രീദേവി പറഞ്ഞു, ഇത് പെട്ടെന്ന് ഉണങ്ങായിട്ടൊരു സൂത്രമാർഗം ഉണ്ടെന്ന് പറയണേ. എന്ത്? ശ്രീദേവിക്ക് എത്തില്ലായിരുന്നു. പെട്ടെന്ന് ശ്രീദേവി എന്താണ് പെരുവിരലെ കുത്തി അങ്ങോട്ട് പൊങ്ങിയിട്ട് ആനന്ദിന്റെ നെറ്റിയിലെ ആ ചന്ദനത്തിലേക്കൊന്ന് ഊതുവാണ്. ഇങ്ങനെ ഊതി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചന്ദനം ഉണങ്ങി കിട്ടുമെന്ന് പറയാം. പിന്നീട് ശ്രീദേവി തന്നെ നെറ്റി കുറിവെക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ആനന്ദ് പറയും, ഞാൻ തൊട്ട് വരാമെന്ന് പറയണം. അങ്ങനെ ആനന്ദ് ശ്രീദേവിക്ക് നെറ്റി കുറിതൊട്ട് കൊടുക്കുകയാണ്. ശ്രീദേവിക്ക് സന്തോഷമായി. പിന്നീട് അവരവിടെ ചെന്ന് ഇരിക്കുവാണ്. ഇരിക്കുന്ന സമയത്ത് ശ്രീദേവിയോട് ചോദിച്ചു, അല്ല, ശ്രീദേവിക്ക് കല്യാണത്തെക്കുറിച്ച് കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കാം. ഇത് കേട്ട് ശ്രീദേവി പറഞ്ഞു, അങ്ങനെ വലിയ വലിയ സങ്കല്പങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. ആനന്ദേട്ടനോ? എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല. അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്ക് ഈ പറയുന്ന മറുപടിയൊന്നുമില്ല. കല്യാണം അടുത്ത് വരുമല്ലേ, അപ്പൊ എങ്ങനെ നടത്തണം, അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഉണ്ടോ, അതൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചാന്ന് പറയണം. പെട്ടെന്നാണ് ശ്രീദേവി ആ കാര്യം ഓർത്തെ. സ്ത്രീകളെ പറഞ്ഞു വിട്ട കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. കല്യാണത്തെക്കുറിച്ചൊക്കെ, കല്യാണം 3 ദിവസം നല്ല ഗംഭീരമായിട്ട് നടത്തണം, അതിനെക്കുറിച്ചൊക്കെ ആനന്ദിനോട് പറയണം എന്നൊക്കെ. എങ്ങനെ ആനന്ദനോട് ആ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നേ അതോർത്തപ്പം ശ്രീദേവിക്ക് നല്ലൊരു പേടിയും കൂടെ ഉണ്ട്. ആനന്ദേട്ടൻ തന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? എന്നാലും പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ശ്രീദേവി എന്താ ആലോചിക്കണമെന്ന് ചോദിക്കാം. ഒന്നുമില്ല, കല്യാണം അല്ലേ ഇങ്ങോട്ട് അടുത്ത് വരുന്നേ, അപ്പൊ അതിനെക്കുറിച്ച് ഓർത്താന്ന് പറയണം. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. ശ്രീദേവിക്ക് കല്യാണം എങ്ങനെ നടത്തണം എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്ത എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാ, അതെ, കല്യാണത്തെക്കുറിച്ച് ഇപ്പോഴത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ ട്രെൻഡിങ് അല്ലേ, 3 ദിവസത്തെ കല്യാണമൊക്കെ അല്ലേ, മെഹന്തിയുടെയിലും കല്യാണവും റിസപ്ഷനൊക്കെ ആയിട്ട് 3 ദിവസം. ആഹാ, അങ്ങനെയാണോ? അല്ല, ആന്റേൺ ഇതും കണ്ടില്ലേന്ന് ചോദിക്കണം. ഞാനിതങ്ങനെ കണ്ടില്ല, ഞാൻ ആകെപ്പാടെ ഈ ന്യൂസൊക്കെ കാണാറുള്ളൂ, അല്ല സിനിമ സീരിയലൊന്നും കാണാറില്ലാത്തോണ്ട് ഇമാതിരി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്ന് പറയണേ. അതെ, ഇപ്പൊ സിനിമ സീരിയലില്ലാത്തല്ല, എല്ലാ വീട്ടിലും നാട്ടിലും ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു, ആഹാ, അത് കൊള്ളാലോ, ഞാനത് കണ്ടിട്ടില്ല എന്ന് പറയണം. ആ സമയം ശ്രീദേവി പറഞ്ഞു, നല്ല ഭംഗിയാ അതൊക്കെ, അങ്ങനെ കല്യാണം നടത്താനായിട്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം. ഇത് കേട്ടതും ആനന്ദ് ചോദിച്ചു, അതെന്താ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്? അല്ല, അങ്ങനെ നമ്മുടെ കല്യാണം നടക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല എന്ന് പറയാ. ഈ പറച്ചിൽ കേട്ടതും ആനന്ദ് ഒരു നിമിഷം ഞെട്ടി. അതെന്താ ശ്രീദേവി നീ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ കല്യാണവും നടക്കില്ല എന്ന് പറഞ്ഞേ. ആനന്ദിന് ആകെപ്പാട് ടെൻഷനായിപ്പോയി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.